വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് ലെജൻഡ്സ്. സാമൂഹിക ആരോഗ്യ മേഖലകളിൽ വളരെയധികം കൂലംകക്ഷമായി ചിന്തിക്കുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമ്മളുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ശരിക്കും നമ്മളുടെ രാഷ്ട്രീയവും സന്യാസവും എവിടേക്കാണ് സഞ്ചരിക്കുന്നത്? രണ്ടും രഥങ്ങളിലേറെയാണ് സഞ്ചരിക്കുന്നത്. സർവവും ത്യജിച്ചവർ ആണ് സന്യാസി എന്ന് പറയുന്നത്. പൗരോഹിത്യം ജനാധിപത്യത്തിനെ മറികടന്നുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് സഞ്ചരിക്കാൻ നമ്മൾ കാണുകയാണ്. ഒരു ചർച്ച് ആക്ട് അടക്കമുള്ള വിഷയങ്ങളിൽ തർക്കങ്ങൾ നടന്ന സഭകൾ പിന്തിരിഞ്ഞു പോകുന്നു. പറയുന്നത് പോലെ അനാസ്ഥയും അവഗണനയും കാണിക്കുന്ന തലത്തിൽ സാമൂഹിക ഐക്യം നഷ്ടപ്പെടുന്ന ഇന്ത്യ. എന്താണ് ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രീയത്തിനെയും ഈ പറയുന്ന മതപരമായിട്ടുള്ള മേഖലകളെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ സാർ ചോദിച്ചതിൽ തന്നെ അതിൽ ഉത്തരവുണ്ട്. അതായത് നമ്മളുടെ ഇപ്പോൾ കൊതുക് നിർമ്മാർജ്ജനം സാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാനസികാരോഗ്യം, ഇവയും മൂന്നും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ആകെ ഒരു കാര്യമേ ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ: മാനസികാരോഗ്യം വീണ്ടെടുക്കുകയാണ്. മാനസികാരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കൊതുക് നിർമ്മാർജ്ജനായാലും ശരി, ദാരിദ്ര്യ നിർമ്മാർജ്ജനായാലും ശരി, അതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. ഒരു മനുഷ്യന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 30% 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ചിന്തകളുടെയാണ്. ഞാൻ ആരോട് ഈയിടെ തന്നെ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞു, ചിന്തകളുടെ ചന്തയാണ് മനസ്സ്. ചിന്തകളുടെ ചന്തയാണ്. ആ ചന്തയെ നിയന്ത്രിക്കാനുള്ള മാനസിക ആരോഗ്യങ്ങളും, നമ്മളെല്ലാവരും മനുഷ്യരാണ്, തുല്യരാണ്, സഹോദരന്മാരാണ്, സഹോദരിമാരാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഗ്ലോബൽ സിറ്റിസൺ എന്നുള്ളൊരു കാര്യം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പാകിസ്ഥാനിലെ ഒരു പ്രൊഫസറെ ഈയിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടായി. എന്താണ് ഇന്ത്യക്കാരൻ പാകിസ്ഥാനിലെ പ്രൊഫസറെ ഇൻ്റർവ്യൂ ചെയ്യുക? ഞാൻ നേപ്പാൾ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. ഇപ്പം നേപ്പാളുമായിട്ട് അല്പം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സാർ, ഇതൊക്കെ ഗ്ലോബൽ സിറ്റിസണായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ സാർ, ഞാൻ ഈയിടെ ഒരു ചർച്ചയ്ക്ക് പോയി. അപ്പം അങ്ങയുടെ ഉത്തരം ഇത് വളരെ മതം വെറുപ്പല്ല, സ്നേഹമാണ്. ഞാൻ ആ ചർച്ചയിൽ വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്: മതമേ വെറുപ്പാണ്, മതമേ വെറുപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് പ്രസവിച്ചപ്പോൾ ഒരു നേഴ്സിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മതം ഇന്ന് മാറിയിട്ടുണ്ടാവും. ആണല്ലയോ? തീർച്ചയായിട്ടും. എൻ്റെ പേരിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏത് മതത്തിലാണെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരും സഹോദരരാണ്. കാസ്റ്റ് ആൻഡ് ക്രീഡ്, റിലീജിയസ് കോളങ്ങൾ ഇന്ത്യയിൽ ഇല്ലാതാകണം. അത് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ചിലർക്ക് മുതലെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷനും തിരിച്ചറിവും ഇല്ലാതിരിക്കണം. പല സംസ്ഥാനങ്ങളിലും നല്ലവണ്ണം എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിൻ്റെ കാര്യങ്ങളും ഇതാണ് സാർ. 1947 മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഡിവൈഡ് ആൻഡ് റൂളിലൂടെയാണ് ഭരിച്ചിരുന്നത്. ഇവിടെ മതങ്ങളും രാഷ്ട്രീയവും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത്? ശരിയല്ലേ? ഒരു രാജ്യത്തിനെ തകർക്കണമെങ്കിൽ വെടിവെച്ച് വീഴ്ത്തണ്ടെന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ടോട്ടലി തകർത്താൽ മതി കഴിഞ്ഞു എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ബേസിക്കലായിട്ടുള്ള പ്രശ്നം. അത് നമ്മൾ ഇത് ചെയ്യണം. അതിന് ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ മൈനോറിറ്റിയേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമുക്ക് ഈ വ്യക്തികളുടെ മാനസികാവസ്ഥയിൽ നിന്ന് മറികടക്കണം. അല്ലെങ്കിൽ ഒരു ഭീകരമായ ഒരു അവസ്ഥയെ പ്രതിനിധാനം അഭിമുഖീകരിക്കുമ്പം അവസാനം ആത്മഹത്യയിലേക്ക് കയറെടുക്കുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ പിന്തിരിപ്പിക്കാൻ പറ്റും, പൂർവ്വസ്ഥിതിയിലേക്ക് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു രാജ്യത്തെ ഇത്രത്തോളം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന അധമ പ്രവർത്തനങ്ങൾ വിളനിലമാകുന്ന നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും? സാറേ, ഇവിടെ സൈക്കോളജിസ്റ്റുകൾക്ക്, സോഷ്യൽ വർക്കേഴ്സ്, സ്കൂൾ എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ, ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ. ഒരാളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അയാളെ സൂയിസൈഡൽ ബോംബറാക്കി മാറ്റാൻ വാക്കുകൾക്ക് കഴിയുന്നു. അതേപോലെ ഈ വാക്കുകൾക്ക് തിരിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ക്രിയാത്മകമായിട്ടുള്ള ഒരാളാക്കി മാറ്റാൻ സാധിക്കും. ഇലക്ട് ചെയ്യപ്പെടുന്ന ഭരണാധികാരികൾക്ക് ഈ പറയുന്ന കൗൺസിലിംഗ് ആവശ്യമല്ലേ? എന്താ സംശയം? ഞാൻ
കിലയായി ബന്ധപ്പെട്ടിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. കില സാറിന് അറിയാലോ, തൃശ്ശൂര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കിലയുടെ ഇടയിൽ ഒരു ഭരണസാക്ഷരത എന്തോന്ന് പറഞ്ഞിട്ട് ഒരു ഇതിൽ ഞാൻ മോഡറേറ്ററായിരുന്നു. നമ്മുടെ ബാലൻ സാറാണ് അത് ഇനോഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ CMAT എന്ന് പറയുന്ന അവിടെ ഞങ്ങൾ പോയി സംസാരിക്കാറുണ്ട്, ഞാനും ഡോക്ടർ ജയപ്രകാശ് സാറും. ഇത് +2 തലത്തിലും 9ലും 10ലും എഡ്യൂക്കേഷൻ്റെ സിസ്റ്റമായിട്ട് മാറണം. ശരിയാണ്. അത് പണ്ട് സാറ് പഠിക്കുമ്പോൾ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ആ മോറൽ എഡ്യൂക്കേഷൻ ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കില്ല. വേണമെങ്കിൽ നമുക്ക് കുറേ നിയമങ്ങളുണ്ടാവും. നിയമങ്ങളെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് പറഞ്ഞല്ല, സ്വയം ഉണ്ടാക്കുക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സാർ വെളിയിൽ നിന്നല്ല, ഇവിടെ നിയമം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത്. ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ ആവശ്യമായിട്ട് മാറേണ്ടത്. ഇത് സിലബസിൻ്റെ ഭാഗമാക്കണം, സെക്ഷൽ എഡ്യൂക്കേഷൻ അടക്കം. കാരണം സെക്സുമായി ബന്ധപ്പെട്ടിട്ട് എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാമോ സാറേ? സ്ത്രീകളുടെ അല്ലേ ഹറാസ്മെന്റും ഒക്കെ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലട്രസി തന്നെയാണ് അബ്യൂസിന് കാരണം. പിന്നെന്താ, ഒന്ന് ലിറ്ററസി ഇല്ലായ്മയാണ്, 2 വിവാഹമോചനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനത്തിൽ ഒന്നാണ്. കാരണം ഞാൻ പോലീസ് വനിതാ സെല്ലിൽ ഇതുമായിട്ട് പ്രവർത്തിച്ച് 9 കൊല്ലം യാതൊരു സാമ്പത്തിക നേട്ടങ്ങളും വാങ്ങാതെ പ്രവർത്തിച്ച് അതിനാണ് എനിക്ക് ഇന്നോവേഷൻ അവാർഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. കേരള സ്റ്റേറ്റ് എയ്ഡ് കൺട്രോൾ സൊസൈറ്റിയുടെ റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. ഞങ്ങൾ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും പോയി സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. ഇപ്പം ആ പ്രോഗ്രാമില്ല. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് ചില ബയോളജിയിൽ ഇതുണ്ട്. ടീച്ചർ പറയുന്നത് എന്താ അറിയും, നീ വീട്ടിൽ പോയി വായിച്ചു. അപ്പോൾ അവൻ ആരോടാണ് ചോദിക്കുക? അമ്മോട് ചോദിക്കുമോ? അങ്ങോട്ട് ചോദിക്കുമോ? അവൻ ചോദിക്കുന്നത് എവിടെ? ഈ മീഡിയയിലാണ്, മൊബൈലിൽ. അതല്ലെങ്കിൽ അവൻ്റെ പിയർ ഗ്രൂപ്പ് എന്ന് പറയും. അവർക്ക് കിട്ടുന്നതൊക്കെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ്. അതെ സാറേ, ഈയിടെ തന്നെ 19 ദിവസം കഴിയുന്നതിന് മുമ്പ് ഡൈവേഴ്സിലേക്ക് പോകാൻ റെഡിയായി. കാരണം 1 കൊല്ലം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് പെറ്റീഷൻ. അവരുടെ ഇടയിൽ എന്താണ് സെക്സ് എന്ന് അറിയില്ല. ആ പർട്ടിക്കുലർ ലേഡിക്ക് അറിയില്ല. അതാണ് വിഷയം. അപ്പം അത് പഠിപ്പിക്കേണ്ടതല്ലേ? പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചാൽ സെക്സും നന്നായി പഠിപ്പിക്കാൻ പറ്റും. ഒരു സ്ത്രീയും ഒരു പുരുഷനാണ് സാധാരണഗതിയിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോവുക. ഓരോ കൊല്ലവും ഞങ്ങൾ പോകുമ്പോൾ അടുത്ത കൊല്ലം ഇതേ പെൺകുട്ടികളുണ്ടെങ്കിൽ ഡോക്ടറുകൾ വന്ന് ക്ലാസ് എടുത്താൽ മതി എന്ന് ഞങ്ങളോട് പറയാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്സിനെയും പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കണം, അറച്ച് നിൽക്കരുത്. നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പൂവിനെയും വണ്ടിനെയും പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ആവശ്യം. അത്തരം മേഖലയിലുള്ള ബോധവൽക്കരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അങ്ങയുടെ ഈ ക്രിയാത്മകത കാണുമ്പോൾ ഞാൻ ഈ വേദി തന്നെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും സോഷ്യൽ ജസ്റ്റിസ് പ്ലാറ്റ്ഫോമിൻ്റെയും ഞാൻ ഇൻ്റർനാഷണൽ വൈസ് ചെയർമാനാണ്. ഇത്തരം ക്രിയാത്മകത നമ്മൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ അങ്ങയുടെ ടീമിനെയോ അല്ലെങ്കിൽ അങ്ങയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക. നമുക്കൊരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, നമുക്ക് ചെയ്യാം. അത് ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ മാത്രമല്ല, നമുക്ക് USA എന്നുള്ള സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവരാം, ബംഗ്ലാദേശിൽ നിന്നുള്ള വക്കീൽമാരെ കൊണ്ടുവരാം, അതുപോലെ നമുക്ക് നേപ്പാളിൽ നിന്നുള്ളവരെ കൊണ്ടുവരാം. അതായത് ഞാൻ പറഞ്ഞത് ദേശീയ തലത്തിലുള്ള എല്ലാവരെയും മിങ്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റിയാൽ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങേയും അങ്ങ് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും സപ്പോർട്ട് മലനാട് TVക്ക് ആവശ്യമുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച് നമ്മൾ തുടങ്ങിയ ജനാധിപത്യത്തിൻ്റെ മാനസിക ആരോഗ്യം തകർന്നിരിക്കുന്ന ഒരു ഭാരതത്തെയാണ് നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. പ്രധാനമായിട്ടും സഞ്ചാര സ്വാതന്ത്ര്യം പോലും നൽകാൻ കഴിയാത്ത സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ, ഭക്ഷണത്തിൽ മായമില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത സംവിധാനങ്ങൾ, എന്തിനു പറയുന്നു, ശരിക്കും പറഞ്ഞാൽ അർദ്ധരാത്രിയിൽ പെണ്ണ് പോയിട്ട് ഒരാണിന് പോലും സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ കഴിയാത്ത തെരുവോരങ്ങൾ, ഇതൊക്കെ ആണ് ഇന്നത്തെ ഇന്ത്യ. പാമ്പാട്ടിയുടെയും ചേരികളുടെയും ഇന്ത്യ മാറിയിട്ട് ഇന്ന് അസാൻമാർഗികതയുടെയും തിന്മകളുടെയും വിളനിലമായി മാറിയ ഒരു ഇന്ത്യയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വളമിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും. അപ്പൊ അവിടെ ഈ ഇതര മേഖലകൾക്ക്, ജനാധിപത്യത്തിന്റെ സർവ്വ തൂണുകൾക്കും മാധ്യമങ്ങളടക്കം ഈ പറയുന്ന മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിന് ഒരു പ്രോഗ്രാം തന്നെ നമുക്ക്
പിന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സപ്പോർട്ടോടുകൂടി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നേരത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരുന്ന മുനീർ സാർ മലനാട് ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, മുൻപ് ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോട് അഭ്യർത്ഥിച്ചിരുന്നു, പാഷൻ അല്ലെങ്കിൽ കമ്പാഷൻ ഒരു മിനിസ്ട്രി വേണം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ജനങ്ങളുടെ സമൂഹത്തിന്റെ ഹാപ്പിനെസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും അത് ഉറപ്പുവരുത്തുന്നതിനുമാകണം ഈ കേരളപ്പിറവി ദിനം മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാകേണ്ടതെന്ന്. സാറേ, ഒരു വാചകം കൂടെ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ അങ്ങയുടെ സമ്മതത്തോടുകൂടി, ഈ കമ്മിറ്റികളിലെയൊക്കെ നേതൃത്വ സ്ഥാനം പ്രൊഫഷണൽസ് ആയിരിക്കണം, രാഷ്ട്രീയക്കാരാവരുത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ളവരെ കൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകണം. അത് മാത്രമല്ല, ഇന്ന് 64 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. 100 വയസ്സിലെത്തുമ്പം ഭാരതത്തിനോടൊപ്പം കേരളത്തിന്റെ അഭിമാനവും നമ്മൾ പലപ്പോഴും പറഞ്ഞ ചോര ഞരമ്പുകളിൽ തിളയ്ക്കണം, അല്ലേ? വള്ളത്തോൾ പറഞ്ഞ പോലെ. അതെ, വള്ളത്തോൾ പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും നല്ല ഒരു ഭാരതവും നല്ലൊരു സംസ്ഥാനവും സ്വപ്നം കണ്ടുകൊണ്ട് ഇനി ലോക മലയാളികൾ അടുത്ത പ്രഭാതത്തിൽ ഉണരട്ടെ. അങ്ങയുടെ ഈ ഒരു സാമീപ്യം ഞങ്ങൾക്ക് പകർന്നിട്ടുള്ള ആ ഊർജവും ആവേശവും ചെറുതല്ല. എന്തായാലും അങ്ങ് നൽകിയ ഈ തിരുനാളം ലോകം മുഴുവൻ വ്യാപിക്കുവാൻ മലനാട് ടിവിയുടെ ദൃശ്യവാതായനങ്ങൾ ഞങ്ങൾ ഉപകരിപ്പിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ നമ്മുടെ സംവാദം, ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ലെജൻഡുമായി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം.